സെലിബ്രിറ്റികൾ കൂട്ടത്തോടെ പാറ്റ സമരത്തിന് പിന്തുണയായി എത്തുന്നുണ്ടല്ലോ. ജനാധിപത്യം അതുപോലെ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താവാം അതിന് പിന്നിലെ കാരണങ്ങൾ? ഇവരെ ഇപ്പോഴല്ലേ നമ്മൾ കാണുന്നത്. ഇതിനു മുൻപ് രാജ്യത്തെ വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. രാജ്യത്തെ പ്രശ്നമെന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം. ആ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ജനാധിപത്യം, മനുഷ്യാവകാശം ഇതൊന്നും തകർന്നു എന്ന് ഇവർക്ക് തോന്നിയില്ലേ? ഇപ്പോൾ ഞാൻ പറയട്ടെ, പ്രധാനപ്പെട്ട ആൾക്കാർ അവിടെ സമരത്തിൽ നേരിട്ട് പോയി പങ്കെടുത്തത് രഞ്ജിനി ഹരിദാസാണ്. പിന്നെ അതുപോലെ തന്നെ ടൊവിനോ തോമസ് ഈ പറയുന്ന പാറ്റ സമരത്തിന് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം വിസ്മയ മോഹൻലാലും ഈ പറയുന്ന സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശരി, ഒരു കാര്യം ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീകരാക്രമണം നടന്നു. പഹൽഗാം ഭീകരാക്രമണം ഇവരിൽ എത്ര പേര് അപലപിച്ചിട്ടുണ്ട്? ഇവർക്ക് അപലപിക്കുമ്പോൾ മതേതരത്വത്തിന് വ്രണപ്പെടുമോ, അല്ലെങ്കിൽ മതേതരത്വം എന്തെങ്കിലും സംഭവിക്കുമോ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ തകരുമോ എന്നൊക്കെയുള്ള പേടി ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഈ പറയുന്ന ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളിയായിട്ടുള്ള ഒരാൾ മരിച്ചില്ലേ? രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഇവിടെ ഇടപ്പള്ളി സ്വദേശി. അദ്ദേഹം മരിച്ചപ്പോൾ അതിന് പോലും ഇവർ എത്ര പേര് ഈ പറയുന്ന ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപലപിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങളെ, അതിനെ ചെറുത്തിട്ടുണ്ട്. പുൽവാമ ആക്രമണം ഉണ്ടായില്ലേ? ആ സമയത്ത് ഇവരാരെങ്കിലും കണ്ടോ? നമ്മൾ എത്ര ആ ഭീകരാക്രമണങ്ങളാണ് നടന്നു കഴിഞ്ഞു പോയത്? 3-4 ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ നടന്നു. നിരന്തരമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ അതിർത്തി മേഖലയിൽ നിന്ന് വിദേശ പൗരന്മാർ ഈ പറയുന്ന ഭീകരരായിട്ടുള്ള ആൾക്കാരെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെ വരെ പിടിക്കുകയുണ്ടായല്ലോ ഇവിടെ. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ നടുക്കിക്കൊണ്ട് ഡൽഹി ഭീകരാക്രമണം, ഒരു സ്ഫോടനം നടന്നു ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം. അതിനെ തുടർന്ന് ഡോക്ടർമാരായിട്ടുള്ള ഭീകരന്മാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊടിയ വിഷം, റൈസിൻ പോലുള്ള വിഷമൊക്കെ ആയിട്ട് വന്ന ഭീകരൻ, ആ ആൾക്കാരെ സൈലൻ്റ് ആയിട്ട് കൊല്ലാൻ പറ്റുന്ന വൻതോതിലുള്ള മാരക വിഷവുമായിട്ട് വന്ന ഭീകരരെ അവൻ്റെ പിടികൂടിയില്ലേ? അവർക്കൊക്കെ മലയാളി കണക്ഷൻ വരെ ഉണ്ടായില്ലേ? എന്നിട്ട് പോലും അതിനെ എവിടെയെങ്കിലും ഇവർ അപലപിച്ചോ? ഈ ഭീകരാക്രമണം തെറ്റാണ്, ഇങ്ങനെയുള്ള പരിപാടികളല്ല ഒരു ജനാധിപത്യ രാജ്യത്തിനെതിരായിട്ടുള്ള ഭീകരാക്രമണം. എന്നിട്ട് ഇവർ പിന്തുണയ്ക്കുന്ന ആരെയാണ്? ഇന്ത്യയെ രണ്ടായിട്ട് മുറിക്കണം, അല്ലെങ്കിൽ പല കഷ്ണങ്ങളാക്കണം, കാശ്മീർ ഒരിക്കലും ഇന്ത്യയുടേതല്ല, നോർത്ത് ഈസ്റ്റിനെ മുറിച്ച് വേറൊരു രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ടല്ലേ ഇവിടുത്തെ ഈ പറയുന്ന പാറ്റ സമരത്തിൻ്റെ പ്രധാനികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത്? അവരപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഇവർ ഈ എത്ര വീഡിയോകളുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ പറയുന്ന അഫ്സൽ ഗുരുജി എന്നൊക്കെ പറയുന്ന വീഡിയോ, അവരെ ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. അഫ്സൽ ഗുരുജി, മസൂദ് അസർ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവർ ബഹുമാനിച്ച് സംസാരിക്കുന്ന എത്ര വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലുള്ളത്? അത് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ അവരോട് ബഹുമാനത്തിലാണ് സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ഭീകരരോട് വലിയ ബഹുമാനവും അവരോട് ആദരവും ഒക്കെ കാണിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ജനാധിപത്യത്തെ പറ്റി പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടുത്തെ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ജീവിക്കുക എന്ന് പറയുന്ന അവകാശത്തിന് മേൽ ആക്രമണം നടത്തുന്ന, വെല്ലുവിളി നടത്തുന്ന, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരർക്ക് യഥേഷ്ടം ഇവിടെ എന്തുമാകാം, ഇവരാരും പ്രതിഷേധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതല്ലേ? ജനാധിപത്യപരമായി സമരം ചെയ്യുമ്പോൾ അവരെ എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? നമ്മൾ എത്ര വീഡിയോ കണ്ടു, സോഷ്യൽ മീഡിയയിലെല്ലാം വീഡിയോ ഉണ്ടല്ലോ. പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്, ഓടി വരുന്ന പോലീസുകാരനെ ചവിട്ടി തള്ളിയിട്ടിട്ട് കൂട്ടമായി ചേർന്ന് മർദ്ദിക്കുന്നത്. ഈ അഭിജിത്ത് ദീപ്കെ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സമരത്തിന്റെ അകത്ത് അല്ലാത്ത ആളുകളും ഉണ്ട്, അത്തരത്തിലുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇത്തരം ആക്രമണം അഴിച്ചുവിടുന്നത്. അതുപോലെ തന്നെ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ വണ്ടിയുടെ പെട്രോൾ ടാങ്കിലകത്തേക്ക് തീ കത്തിച്ചിടാൻ നോക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജെൻസി അല്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ നിന്ന് അവര് പാർലമെന്റ് തകർക്കണമെന്ന് പറയുന്നു, ഞങ്ങൾ മോദിയെ കൊല്ലാനായിട്ട് വന്ന ആളുകളാന്ന് പറയുന്നു. അപ്പോൾ അവര് പാറ്റകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങ് മാറിപ്പോയി. ഇതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ആഗ്രഹം കലാപം ഉണ്ടാകണം, പാറക്കല്ലുകൾ എടുത്ത് വലിച്ചെറിയുന്നതും പോലീസിനെയൊക്കെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഭാഗം ആളുകൾ അവിടെ ഉള്ള പാറ്റ സമരത്തിന് വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ പോലീസ് കൂടുതലായിട്ട് ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ പോകുന്ന ആളുകളെ പിടിച്ചടിക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പുറത്തുള്ള ഒരു വശം അവർ കാണുന്നില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ വനിതാ മാധ്യമപ്രവർത്തകയെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന വീഡിയോയും അവരെ പിടിച്ച് തള്ളിയിടാൻ നോക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ആജ് തക്കിൻ്റെ ABP ന്യൂസിൻ്റെ റിപ്പോർട്ടർ നടന്നു പോകുമ്പോൾ അയാളുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നു, കുപ്പികളിൽ കൊണ്ടുവന്ന് പുറകെ ചുറ്റും കൂടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അയാൾ വെറുതെ നിൽക്കുകയാണ്. അങ്ങനെ ഭീകരമായിട്ടുള്ള ആക്രമണം നടന്നത് എങ്ങനെയാണ്? നമ്മൾ സ്റ്റുഡൻസിൻ്റെ പ്രൊട്ടസ്റ്റ്, നമ്മളെല്ലാവരും, ഞാനും ആതിരെ, ഇത് കാണുന്ന പ്രേക്ഷകരും അടക്കം സമരങ്ങളിൽ പങ്കെടുക്കാത്തവർ വളരെ കുറവായിരിക്കും.
സമരം ഒന്നുകിൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭാഗമായിരിക്കും, ഇല്ലെങ്കിൽ പ്രാദേശികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള സമരത്തിലായിരിക്കും, ഇല്ലെങ്കിൽ തൊഴിലിടത്തിലെയോ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ മേഖലയിലെയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങനെ എല്ലാ തരത്തിലും സമരം ചെയ്യുന്നവരാണ് നമ്മൾ. സമരം ചെയ്തിട്ടുമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ ബഹുഭൂരിപക്ഷം പേര് സമരത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ അറിയാമല്ലോ, സമരത്തിലെങ്കിലും പോയിരിക്കുകയെങ്കിലും ചെയ്യും വെറുതെയെങ്കിലും. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന സമരം എങ്ങനെയാണ്? ഒരു സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആക്രമം കൊണ്ട് എന്തെങ്കിലും സമരം നേരിടാൻ കഴിയുമോ? കർഷക സമരം നടത്തിയില്ലേ? ട്രാക്ടർ ഓടിച്ചു വന്ന് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിക്കൊണ്ട് വൻതോതിൽ ആൾക്കാർ ഇരച്ചു കയറിയിട്ട്, എന്നിട്ട് അപ്പോൾ പോലീസ് മാറിക്കൊടുത്തു. അവരെന്താ ചെയ്തത്? അവിടെ മൊത്തം നശിപ്പിച്ചു, തകർത്ത തരിപ്പണമാക്കിയിട്ട് പോയി. ഇവിടെയും അതിനായിരുന്നു ശ്രമം. അത് പക്ഷേ ഇവരുടെ ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ വസതിയായിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കും. നേപ്പാൾ മോഡൽ സമരം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ നേപ്പാൾ മോഡലല്ല, ഇവർ ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശ് മോഡലാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ബംഗ്ലാദേശിൽ എന്താ ചെയ്ത്? പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിച്ചു, അവരുടെ വസ്ത്രങ്ങൾ, അടിവസ്ത്രം പോലും എടുത്ത് പ്രദർശിപ്പിക്കുകയും വെളിയിലെടുത്ത് ഇടുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ വലിയ ആക്രമണം നടത്തിയവർ അതല്ലേ ചെയ്തത്. ആ രീതിയിൽ ഒരു ആക്രമണ പദ്ധതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് പോലീസ് ചെറുത്ത് തോൽപ്പിച്ചു എന്നുള്ളത്. പക്ഷേ പോലീസിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിരിക്കുന്നത്. പോലീസുകാർക്ക് വളരെ ഏതാണ്ട് 100-ലേറെ പോലീസുകാർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള, കണ്ണിന് വരെ പരിക്കേറ്റ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പോൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. ജനാധിപത്യം ഉള്ള ഒരു സ്ഥലത്തായതുകൊണ്ടാണ് ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഇങ്ങനെ പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, ചൈനയിലായിരുന്നു ഇത്തരം ഒരു പ്രതിഷേധം എന്ത് സംഭവിക്കുമായിരുന്നു? ചൈനയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ടാങ്ക് കയറ്റി കൊല്ലും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ടാങ്ക് മാൻ എന്ന് പറയുന്ന ചരിത്രം അറിയാവുന്നതാണ് ചൈനയെ പറ്റിയിട്ട്. ടിയാനമെൻ സ്ക്വയറിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവിടുത്തെ പട്ടാളത്തെ കൊണ്ടാണ് നേരിട്ടത്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കും. പാകിസ്ഥാനിൽ എന്താ നടക്കുന്ന POK എന്ന് പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം, ജനാധിപത്യ സമരത്തിനെയൊക്കെ എങ്ങനെയാണ് ഇവർ നേരിടുന്നത്? തോക്കുകൊണ്ടാണ് നേരിടുന്നത്. ഒറ്റ വെടിവയ്പ്പിൽ തന്നെ 40 പേരിലേറെ മരിച്ചതാണ് POKയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ജനാധിപത്യം ഇല്ലാത്തത് നേരിടുന്നത്. ഇവിടെ ജനാധിപത്യം ഉള്ളത് കൊണ്ടും ഇവിടെ ഒരു സർക്കാർ, ജനകീയ സർക്കാർ ഭരിക്കുന്നു എന്നതുകൊണ്ടുമാണ് സമരത്തെ ഇങ്ങനെ നേരിടുന്നത്. അല്ലെങ്കിൽ ഇതിനെ മൊത്തം അടിച്ചൊതുക്കി തീർക്കാനായിട്ട് ഒരു പാടുമില്ലായിരുന്നു എന്നുള്ളതാണ്. ലഡാക്കിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം കൊണ്ടുവന്നല്ലോ. ആ പ്രക്ഷോഭം എന്തായി? അതിനെ കൺട്രോൾ ചെയ്യേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ളവരെല്ലാം അവിടെ ചെല്ലുന്നുണ്ട്. അവർ അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. സൈനികരാണ് സാധാരണ ഭീകരാക്രമണങ്ങളൊക്കെ കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത്. പക്ഷേ സൈനികരല്ല, നമ്മുടെ നാട്ടുകാർ, ഇവിടെ നമ്മുടെ വീട്ടിനടുത്തുള്ള ആൾക്കാരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുന്ന മാവോയിസ്റ്റ് അറ്റാക്കുകൾ നടക്കുന്നു. ആതിരയുടെ വീടിൻ്റെ അടുത്തുള്ള ഇല്ലെങ്കിൽ നാട്ടുകാരനായിട്ടുള്ള ഒരു CRPF-കാരൻ മരിച്ചിട്ടില്ലേ? എല്ലാ നാട്ടിലും മരിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ എല്ലാ നാട്ടിലും ഓരോ ജവാൻ വീതം മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ജവാൻ വീതമാണ് മരിക്കുന്നത് എല്ലാ നാട്ടിലും. ഇന്ത്യയിൽ ഒരുപാട് പേര്, മരിക്കാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാകില്ല ഇന്ത്യയിൽ എന്നുള്ള അത്തരത്തിലാണ് ഭീകരാക്രമണം ഇന്ത്യയിൽ വേരുറപ്പിച്ചിരുന്നത്. അതിനെയാണ് അറുത്തു മാറ്റിയത്, അതിൻ്റെ വേരോടുകൂടി പിഴുതു മാറ്റിയത്. അങ്ങനെയാണ് നമ്മൾ സമാധാനത്തിലേക്ക് വന്നത്. അതിന് എത്രയോ കാലത്തെ പോരാട്ടം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഭീകരാക്രമണത്തിൻ്റെ പദ്ധതി ഇടുകയാണ് എന്നുള്ളതാണ്. എങ്ങനെ? ബംഗ്ലാദേശിൽ നടന്നതുപോലെ. അതാണ് ഇവരുടെ അപ്പം ഈ പറയുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ചു വരുന്ന ഈ നടന്മാരൊക്കെ ഉണ്ടല്ലോ, സെലിബ്രിറ്റികളുണ്ടല്ലോ, ഇവർക്കൊക്കെ മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ഇവർ മുമ്പ് രാജ്യം നേരിട്ട ഗുരുതര പ്രശ്നങ്ങളിലൊന്നും രാജ്യത്തിൻ്റെ ശത്രുക്കളെ വിമർശിക്കാൻ പോലും മടിച്ചു നിന്നവർ രാജ്യത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഹൈപ്പ് ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പൃഥ്വിരാജ് മിണ്ടുന്നുണ്ടോ? പൃഥ്വിരാജിനെ പറ്റി വല്ലതും പ്രതികരിച്ച് കണ്ടായിരുന്നോ? പൃഥ്വിരാജ് എന്തുകൊണ്ടാണ്? പൃഥ്വിരാജിന് അറിയാം, പൃഥ്വിരാജിന് എങ്ങനെ നിലപാടെടുക്കണമെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ചിലപ്പോൾ വൈകിയായാലും പ്രതികരിക്കണം കൊണ്ടുവരുമായിരിക്കും. പ്രകാശ് രാജ് അടക്കമുള്ളവർ എത്തി ഈ സമരത്തിന് ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് ചോദിക്കുന്നു, സമരക്കാരോട് ചോദിക്കുകയാണ്, സാധാരണ മാധ്യമപ്രവർത്തകരും ആൾക്കാരൊക്കെ ചെന്നിട്ട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? അത് ഇവിടെ നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി, ഞങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയായിരുന്നു. ഓക്കെ, ശരി, എന്താണ് നീറ്റിൻ്റെ ഫുൾ ഫോം പറയും? അറിയില്ല. നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? അത് ഞാൻ CBSE ആണ്, CBSE സിലബസ് ആണല്ലേ. ഓക്കെ, CBSEയുടെ ഫുൾ ഫോം പറയും? അറിയില്ല. അപ്പോൾ അവിടെ വരുന്ന ഒരു വിദ്യാർത്ഥികളല്ല, 100-ലേറെ പേർ അറസ്റ്റ് ആയിട്ടുണ്ട്. അവരാരും വിദ്യാർത്ഥികളല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താ നീറ്റിൻ്റെ പ്രശ്നം? എന്താ? നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നീറ്റ് എന്നിട്ട് ചോദ്യപേപ്പർ വീണ്ടും ശരിയാക്കി പരീക്ഷ നടത്തിയില്ലേ?
പരീക്ഷ നടത്തി റിസൾട്ടും വന്നു. ആ കുട്ടികൾ ആഹ്ലാദപ്രകടനവും നടത്തി നീറ്റ് പരീക്ഷ എഴുതിയവരെ. അല്ല, പക്ഷെ അതിലൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇവർ ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ അത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പിഴവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിലും പരിഹരിച്ചല്ലോ. അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിലും ആ പരീക്ഷ പേപ്പർ ചോർന്നു കഴിഞ്ഞപ്പോൾ കുറെ വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത് ഒരു രാജ്യത്ത് ഉന്നയിക്കുന്നത് നല്ല ഒരു വിഷയം തന്നെയാണ്. പക്ഷെ എന്നാലും അത് ഉന്നയിക്കുന്നതിന്റെ ശരി, അപ്പുറത്തേക്കും ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എത്ര തവണ ചോദ്യപേപ്പർ ചോർന്നു? എത്ര തവണ ചോർന്നു? അതിന് മുൻപുള്ള അവസ്ഥയെന്ന് എടുത്ത് നോക്കൂ. 2014 മുൻപ് 48 തവണ ഇവിടെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട്. അതായത് 2004 മുതൽ 2014 വരെ 40ലേറെ തവണ ഈ രാജ്യത്തെ ഒരു പരീക്ഷയിലല്ലാതെ, ഒരൊറ്റ പരീക്ഷയിലല്ലാന്ന് ഓർക്കണം, ഒരുപാട് സംസ്ഥാനങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകൾ, കേന്ദ്ര സർക്കാർ നടത്തിയ 30ലേറെ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അന്നെന്തേ കലാപം ഉണ്ടാവാത്തത്? അന്നെന്തേ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ അന്നും? എന്തുകൊണ്ട് അന്ന് പ്രശ്നമുണ്ടായില്ല? വിവിധ തരത്തിൽ ജോലി ലഭിക്കേണ്ട പരീക്ഷയുടെ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട് ഈ രാജ്യത്ത്. ഗുരുതരമായ പ്രശ്നമുണ്ട്. 40ലേറെ തവണ ചോദ്യപേപ്പർ ചോർന്ന നാടാണിത് 2004 മുതൽ 2014 വരെ. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. ഇവരോട് ചോദിക്കുക എന്താ പ്രശ്നം? ഫാസിസം തുലയട്ടെ. ഇവിടുത്തെ വലിയ കൊടികുത്തിയ മാധ്യമപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്. തുക്കടെ കട്ടിങ് സൗത്തിൻ്റെ ഒരു മാധ്യമപ്രവർത്തകരുണ്ട് കേട്ടോ. അവൻ ഇരുന്നിട്ട് ഫേസ്ബുക്കിൽ ഡേറ്റ ഇട്ടിരുന്നുണ്ട്, ഡിജിറ്റൽ ഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കണ്ടില്ലേ അവർക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്നു, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ക്രിമിനലാണ് അവനൊക്കെ, ഭീകരന്മാരാണ്. രാജ്യത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന ഇതിന് മുൻപുണ്ടായിട്ടുള്ള ഈ 40ലേറെ തവണ ഉണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചകളൊന്നും അവരെ ബാധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഇവിടെ എന്താ പ്രശ്നം? ഫാസിസമാണ് പ്രശ്നം. മോദി ഭരിക്കുന്നതാണ് പ്രശ്നം. ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് വരിക. ഏത് ഫാസിസമാണ്? ഇവിടെ ഒരു ഫാസിസം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ഫാസിസം 1975 മുതൽ 77 വരെയായിരുന്നു, അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അതാണ് ഫാസിസം. അതിനുശേഷം രാജ്യത്ത് ഫാസിസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഫാസിസം എന്ന് പറയുന്ന പ്രവണത പോലും ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഭരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമരം അമ്പേ പരാജയപ്പെടും. എഴുതി വെച്ചോളൂ. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും അവരുടെ കൂടെ നടത്തുന്ന ഈ പറയുന്ന ആൾക്കാരും അമ്പേ പരാജയപ്പെടും. കാരണം ലക്ഷ്യബോധമില്ല, കൺട്രോൾ ചെയ്യാൻ നേതാവില്ലാത്ത ഒരു സമരമാണ്, വെറും ആൾക്കൂട്ട ആക്രമണമാണ്. ബോധം എന്ന് പറയുന്നത് തൊട്ട് തെറിച്ചിട്ടില്ല. ഐഡിയോളജിക്കലി ഒരു നേതാവുണ്ടായിരിക്കണം, ആ നേതാവ് നയിക്കണം, ആ മാസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഗാന്ധിയൻ സമരമുറ വിജയിക്കുന്നത്. അത് വെറും ആൾക്കൂട്ടമല്ല, മാസ് ആണെങ്കിൽ കൂടി ആ മാസിന് ഐഡിയോളജി ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്, കൃത്യമായ എന്താണ് വരും വരായികളെ പറ്റി അറിയാൻ കഴിയും, സമരത്തിന് മാർഗം ഉണ്ടാക്കി. ആദ്യമേ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആദ്യമേ അക്രമ സമരം നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ എടുക്കാൻ മുറകളില്ല. ആദ്യം സമാധാന സമരം, ആ സമാധാന സമരം ദീർഘകാലം പോവുകയും വളരെ ശക്തമാവുകയും അതിൽ പങ്കാളിത്തം വർദ്ധിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ചെറിയ തോതിലുള്ള ബലപ്രയോഗം നടത്തുന്നത്. ആദ്യമേ അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞു. ഇവരിപ്പോൾ ഈ പറയുന്ന പോലീസുകാർ ജനങ്ങളല്ലേ, പോലീസുകാരും ജനങ്ങളാണല്ലോ. അപ്പോൾ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് കോക്രോച്ചുകൾ ഇവിടെ എന്നുള്ളത്. ഈ സെലിബ്രിറ്റികളും അവരുടെയും നിലപാട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ സമരം അമ്പേ പരാജയപ്പെടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.